എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അടിപൊളി. ടി വിയിൽ കണ്ട് ഉള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഇത് കാണാൻ പറ്റിയ ഭയങ്കര സന്തോഷം. നല്ല സിനിമ. ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? അത്യാവശ്യമുണ്ട്. കൊള്ളാം. സൗണ്ട് ക്വാളിറ്റി ഒക്കെ അല്ല, കൊള്ളാം. കട്ടിങ് ചെറിയ കട്ടിങ്, അത് കുഴപ്പമില്ല. അടിപൊളി. നമ്മൾ മുമ്പ് കണ്ട അതേ ആ വൈബ് തന്നെയാണ് ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റലൈസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു? 27 വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ നിന്ന്, അഞ്ജലി തിയേറ്ററിൽ നിന്നാണ് പടം കണ്ടത്. ഇന്ന് 27 വർഷങ്ങൾക്ക് ശേഷം ആ പടം കാണുമ്പോഴും നമുക്ക് ഒരു പുതുമ നഷ്ടപ്പെടാതെ കാണാൻ പറ്റിയ സിനിമയാണ്. പിന്നെ 5 മിനിറ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു റീ റിലീസ് ചിത്രം പോലും ലാലേട്ട ഫാൻസ് കാണിച്ചിരിക്കുന്നതാണ്. ലാലേട്ടന് കറക്റ്റ് 7 മിനിറ്റാണ് സിനിമയിലുള്ളത്. അതിന് പോലും ലാലേട്ട ഫാൻസ് ഇവിടെ ആർടെക് മാച്ച് സിനിമാസിൽ 2 സ്ക്രീന് ഫുള്ളെടുത്ത് പടം കാണുക എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വാല്യൂ ഉള്ള നട ആരെന്ന് ചോദിച്ചാൽ ലാലേട്ടൻ എന്നുള്ളതിന് ഒറ്റ ഉത്തരം ഇതാണ്. വെറും 7 മിനിറ്റ് മാത്രം അഭിനയിച്ചിട്ട് പോലും ഇന്ന് 2 സ്ക്രീന് ഫുള്ളാക്കുക, ഫാൻ ഷോ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ വേറൊരാൾക്കും അത് അവകാശപ്പെടാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉറപ്പായിട്ടും. പിന്നെ ഇപ്പം ഈ IFFK ഒക്കെ വന്നിരിക്കുന്നുണ്ടുള്ള ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ. ബാക്കി ഭയങ്കര ഒരു പഴയ മെമ്മറീസ് ഒക്കെ ഓർമ്മ വന്നു. പണ്ട് കൊച്ചിലെ കണ്ടിട്ടുള്ളതാണ്. അത് തന്നെ പഴയ മെമ്മറീസ് ഒക്കെ പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റി. കൊള്ളാം, സൂപ്പർ. അടിപൊളിയായിട്ട് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അടിപൊളി സെറ്റ്. എല്ലാം കൊള്ളാം, അടിപൊളിയാണ്. കൊള്ളാം, നല്ല പടമായിരുന്നു. നല്ലൊരു പടമായിട്ട് തോന്നി. നല്ല അടിപൊളിയാണ്. ഇല്ല മുമ്പ് കണ്ടിട്ടില്ല. സൗണ്ട് ക്വാളിറ്റി ഒക്കെ പക്കാ സൂപ്പർ. അയ്യോ നല്ല ഇല്ലല്ല, ഞാനത് ആദ്യമായിട്ട് കാണുകയാണ്. ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ടായിരുന്നു. ലാലേട്ടൻ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ലായിരുന്നു. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമയാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ്. തിയേറ്ററിൽ ഒന്നുകൂടെ കാണാനായിട്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. ഭയങ്കര രസമായിരുന്നു. ആ സൗണ്ട് ക്വാളിറ്റി നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. പണ്ടും തിയേറ്റർ കണ്ട സിനിമയാണ്. അപ്പോൾ അതേപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചില പോർഷൻസ് എവിടെയോ 1-2 ചെറിയ, അത് പക്ഷേ ആവശ്യമില്ലാത്ത സീൻസ് ആണെന്ന് തോന്നുന്നു. 1-2 ചെറിയ സീൻസ് പോയതുപോലെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അത് ബാധിച്ചിട്ടില്ല. മൂവി ഭയങ്കര പഴയ ഫീൽ തന്നെയാണ്. ആ സിനിമയുടെ ഒരു പഴയ ഫീൽ വീണ്ടും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയായിരുന്നു. ഉണ്ട് കണ്ടിട്ടുള്ളതാണ്. സിനിമ ഒരു രക്ഷയില്ല. എങ്ങനെ പറയണമെന്നൊരു പിടുത്തമില്ല. ഒരിക്കൽ കൂടി ഒരു 10 മിനിറ്റ് കൂടെ ചാൻസ് തരുമെന്ന് ചോദിക്കുകയാണ്. കാരണം എന്താ പറയുക, അവസാനത്തെ ഒരു 10 മിനിറ്റ് 1998 ഇതേ സിനിമ തിരുവനന്തപുരം ജില്ലയിൽ അജന്ത തിയേറ്ററിൽ കണ്ട വ്യക്തിയാണിത്. അതേ ഫീൽ ഇത് പുതുതായിട്ട് നിർമ്മിച്ച പടമാണെന്നുള്ളൊരു ഡൗട്ട് പോലും തോന്നുന്നുണ്ട്. നിരഞ്ജൻ എന്ന കഥാപാത്രത്തെ ഒരിക്കൽ കൂടി നമുക്ക് സ്ക്രീനിൽ കാണാൻ അവസരമൊരുക്കിയ ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം അത്രത്തോളം ഒരു എന്താ പറയുക, ഈ 2 സ്ക്രീൻ നിറച്ചും ഇത്രയും ഫാമിലിയെല്ലാം വന്നിരുന്ന് ഇത് കാണുക എന്ന് പറയുന്നത് അത് ലാലേട്ടൻ എന്നുള്ള ഒരൊറ്റ ആ ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. യാതൊരു സംശയവുമില്ല. ആ ചരിഞ്ഞ ആ ഒരു രൂപം വരുമ്പോൾ തന്നെ തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരൊറ്റ കാര്യം എടുത്ത് പറയാം. സമ്മറിൻ ബത്തും ഫിലിം എന്ന് പറയുന്ന ഈ സിനിമയിലെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലാലേട്ടൻ മാത്രമാണ്. ആ ലാലേട്ടൻ തീർച്ചയായിട്ടും അവരെല്ലാവരും ഉണ്ടെങ്കിൽ തന്നെയും ലാലേട്ടൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് മലയാളികൾ റിലീസിനാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ അഭിമാനം നമ്മുടെ ലാലേട്ടൻ. കാരണം പകരം വയ്ക്കാനാവാത്ത ഇന്ന് മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും ലാലേട്ടൻ്റെ പേരിലാണ്. ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടെ പറയാം, റിലീസ് എന്ന ആ ഒരു ഇമ്പാക്റ്റ് മലയാള സിനിമയിൽ ഇന്നും പിടിച്ചു നിർത്തുന്നത് ലാലേട്ടൻ്റെ ചരിഞ്ഞ തൊഴിലാണെന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. ഐ റിപ്പീറ്റ് വൺസ് മോർ അഗെയിൻ, ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു ലാസ്റ്റത്തെ 10 മിനിറ്റ് നിരഞ്ജൻ എന്ന കഥാപാത്രത്തെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ, അത് സ്ക്രീനിൽ കാണാൻ സാധിച്ചതിൽ അങ്ങേയറ്റം പ്രതിജ്ഞ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നതിന് അണിയറ പ്രവർത്തകർക്ക്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി ഇത് കാണുന്ന സ്ക്രീനിൽ അജന്തയിൽ കണ്ട അതേ ഫീൽ 4K ഡിജിറ്റലിലൂടെ ഒരുപാട് ഫീൽ നമുക്കതിനെ തന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ കയ്യിലാണ് മലയാള സിനിമയുടെ എല്ലാ റെക്കോർഡുകളും.
ഇന്നും ആ റെക്കോർഡിനോടൊപ്പം ഓടിപ്പിടിക്കാൻ പോലും മലയാളികൾ ഒരു നടനും സാധിച്ചിട്ടില്ല എന്നുള്ള ആ സത്യം മറക്കാതിരിക്കുക. എല്ലാ പ്രേക്ഷകരും 1992 ജയിച്ച നമ്മുടെ യുവത്തന്മാരായിട്ടുള്ള മലയാളികളെ നിങ്ങൾക്കൊരു ഒരു സുവർണ്ണ അവസരമാണ്. നിങ്ങളത് മിസ് ചെയ്യരുത്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണുക. കാരണം എന്താ പറയുക, ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന 92 ഇപ്പുറം ലാലേട്ടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഓക്കെ, മസ്റ്റ് വാച്ച്. ബ്രോ, റീ റിലീസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 27 വർഷത്തിന് ശേഷം വരുന്നൊരു സിനിമയാണ്. ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു ഫീൽ ഗുഡ് ആ ഒരു സംഭവത്തിൽ പറഞ്ഞ പറ്റാണ്. ഈ തിയേറ്ററിൽ വന്ന് കാണിച്ച മെയിൻ ഫാക്ടർ എന്ന് വെച്ചാൽ ലാലേട്ടനാണ്. കാരണം അവസാനം വരുന്ന ഒരു 10 മിനിറ്റ് അത് ഭയങ്കരമായൊരു ഫീലും കാര്യങ്ങളും ആ 10 മിനിറ്റുമായി കിട്ടിയത്. ഒരു ഒരു സാധാരണ ഒരു എവർഗ്രീൻ ആ ഒരു പടമാണ്. എന്നിരുന്നാൽ പോലും പക്ഷെ നമുക്ക് തിയേറ്ററിൽ ഇത്രയും മണിക്കൂറൊന്നും ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ കണ്ടിരിക്കത്തില്ല. എന്നിരുന്നാൽ പോലും ലാലേട്ടൻ്റെ ആ ഒരു എന്തൊക്കെ പറയാനുള്ള ഗസ്റ്റ് റോളിൽ ലാലേട്ടൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തും ആ സമയത്ത് ആ ഒരു ടൈമിൽ ലാലേട്ടൻ 1998 ഗസ്റ്റ് റോളിൽ ഇങ്ങനെ ഒരു ലെവലിൽ വരണം നമ്മളിപ്പോൾ കാണുമ്പോഴത്തേക്കും നമുക്ക് അന്നത്തെ സമയം ഇപ്പോൾ കണ്ട ഒരവസ്ഥ ആലോചിച്ച് നോക്കാനേ ഉള്ളൂ. ആ ഒരു ഫീലൊക്കെ ഭയങ്കരമായിട്ട് കൊണ്ടായി. പിന്നെ ജയറാമേട്ടനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായി ഇത് ഇപ്പോൾ അങ്ങനത്തെ ഒരു ജയറാമേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കലാഭവൻ ചേട്ടനെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. കാരണം എത്രയോ കാലത്തിന് ശേഷം ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ടാണ് പടം നിർത്തിയത്. അത് റീ റിലീസ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ആ ക്വസ്റ്റ്യൻ മാർക്ക് 27 വർഷമായിട്ട് ആ ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. പടത്തിൻ്റെ ഏറ്റവും വലിയ വിജയമാണ്. സിനിമ എന്തായാലും ഒരു മസ്റ്റ് വാച്ച് പടം തന്നെ. മസ്റ്റ് വാച്ച് പറയാനൊന്നുമില്ല. റീ റിലീസിൽ നമുക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ. പക്ഷേ ഈ പടം റീ റിലീസിൽ തിയേറ്ററിൽ ഇത്രയും ആളെ കയറ്റുക എന്നുള്ളത് ലാലേട്ടൻ്റെ ഒറ്റ ഫാക്ടറിൽ മാത്രം സംഭവിക്കുക. കാരണം ഹൗസ്ഫുള്ളിലാണ് പടം കണ്ടത്. വേറെ ഒരു പടങ്ങൾക്കും ഇത്രയും ഒരു ഫീൽ ഗുഡ് പടമാണെങ്കിൽ പോലും തിയേറ്ററിൽ വന്ന് ഇത്രയും 3 മണിക്കൂർ അടുപ്പിച്ച് പടമുണ്ട്. ഇത്രയും ഇരുന്ന് കാണത്തില്ല. ആ ഒരു ഇതിൽ നമുക്ക് പടം കാണുമ്പോഴത്തേക്കും മുമ്പത്തെ പടങ്ങൾ ഇതുപോലത്തെ പടങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് ഇറങ്ങുന്നില്ല എന്നൊരു ഫീൽ നമുക്ക് നല്ല വിഷമമുണ്ട്. കാരണം കണ്ടുകൊണ്ടിരുന്ന പടം തോന്നി ഇതുപോലത്തെ ഒരു നല്ല പടങ്ങൾ നല്ല ചിത്രങ്ങൾ ഇറങ്ങിയാൽ പോലും കാണാൻ ആളില്ല. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ജയറാമേട്ടൻ ഇതുപോലത്തെ പടങ്ങൾ ഇപ്പോഴും ഇഷ്ടംപോലെ ഇറക്കുന്നുണ്ട്. പക്ഷേ ഒരു രീതിയിൽ ആൾക്കാർ കാണുന്നില്ല. പക്ഷേ പണ്ടത്തെ ജയറാമേട്ടനെ കാണാൻ ഭയങ്കര ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാൻ തോന്നുന്നില്ല. ആ ഒരു റേഞ്ചിലാണ് പടം പോയിരിക്കുന്നത്.